ഹലോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി മട്ടനും വെണ്ടയ്ക്കയും കൂടി ചേർന്നിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതെന്ത് കോമ്പിനേഷൻ എന്ന് ചിന്തിക്കുന്നവരുടെ അടുത്ത് ആദ്യം തന്നെ പറയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണിത്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എന്നൊക്കെ കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളാണെന്ന്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇതിന് പറയുന്നത് ബിന്ദി ഗോഷ് എന്നാണ്. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെക്കുക, അതിലോട്ട് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലത്. നമുക്ക് ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം. ഇനി നമുക്ക് വെണ്ടയ്ക്കയാണ് വേണ്ടത്. അപ്പോൾ ഞാനിതൊരു 10 വെണ്ടയ്ക്കയാണ് എടുത്തിട്ടുള്ളത്. അത് ഒന്നെങ്കിൽ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാം. ചെറിയ പീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാറിനൊക്കെ കട്ട് ചെയ്യുന്ന പോലെ ഈ ഒരു വലുപ്പത്തിൽ, അല്ലെങ്കിൽ ചെറിയ വെണ്ടയ്ക്കയാണെങ്കിൽ നടുവൊന്ന് വരിഞ്ഞിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താലും മതി. വേറെ ഒന്നും ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. നമുക്ക് ഇതൊന്ന് ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. ഇനി ചൂടായിട്ടുള്ള ഈ ഓയിലിലോട്ട് തന്നെ നമുക്ക് ആദ്യം ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഒരു 3 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു മീഡിയം സൈസിലുള്ള സവാളയാണ്. ഇതുപോലെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് എരിവിനനുസരിച്ചിട്ട് 3-4 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കണം ഇതിലോട്ട്. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ്. അപ്പോൾ ഇഞ്ചിയുടെ പേസ്റ്റ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളിയുടെ പേസ്റ്റും 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഇതിലോട്ട് നമ്മൾ മട്ടൻ ചേർത്തിട്ട് വേവിച്ചെടുക്കാൻ പോവുകയാണ് മട്ടൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലോട്ട് വേവിച്ച മട്ടനാണ് ചേർക്കാൻ പോകുന്നത്. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് വേവിച്ച് വെച്ച മട്ടനാണിത്. അതും കൂടി ഇനി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ മട്ടൻ ഞാൻ പകുതി വേവിച്ചെടുത്തതാണ്. ഇനി മസാലയിൽ കിടന്നിട്ട് വേണം ബാക്കി വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് മട്ടൻ വേവിക്കാതെ നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ട് പ്രഷർ കുക്കറിൽ ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാനിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വേവിക്കാതെയാണ് മട്ടൻ ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. എന്നിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരു 4-5 വിസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മട്ടൻ ഞാനിപ്പോൾ പകുതി വേവിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മട്ടൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിക്കണം. പക്ഷേ അതിന് മുമ്പായിട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് ആ മസാലയുടെ കുത്തിലേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി മട്ടൻ വേവാൻ വേണ്ടിയിട്ട് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് നേരത്തെ മട്ടൻ വേവിച്ചതിൻ്റെ വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പച്ചവെള്ളം ചേർത്ത് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നിങ്ങൾ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കുക. അപ്പോൾ ചില മട്ടന് നല്ല വേവ് ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ നന്നായിട്ട് കുക്ക് ചെയ്യണം.
ഇനി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോണത് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഇത് ഞാൻ നേരത്തെ ചേർത്ത് കൊടുക്കാൻ വിട്ടു പോയതാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ മട്ടൻ ഞാനൊരു 10 മിനിറ്റോളം കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ചൊക്കെ ചാറും കൂടി ബാക്കിയുണ്ട്. നമുക്ക് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണ്ട, കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട്. അപ്പോൾ തുറന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ആക്കിയെടുക്കാം. ഇപ്പോൾ അതിലെ ചാറൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ട് വരും. ഇതിനേക്കാളും ഡ്രൈ ആയിട്ട് എടുക്കണ്ട, കുറച്ച് ചാറോട് കൂടിയിട്ടാണ് ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇനി ഇതിലോട്ട് കുറച്ചും കൂടി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഒരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് കൈ വെച്ച് ഒന്ന് ഉടച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സവാള ചേർത്തിട്ട് ഇനി അധികം കുക്ക് ചെയ്യൂല, ഒന്ന് കടിക്കുന്ന പരുവത്തിൽ വേണം നമുക്ക് ആ സവാള കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കിനി നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച വെണ്ടയ്ക്കയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വെണ്ടയ്ക്ക കുറേ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ മട്ടൻ എടുക്കുന്നത് അതിൻ്റെ സെയിം അളവിൽ തന്നെ വെണ്ടയ്ക്ക എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് അധികം വെണ്ടയ്ക്ക എടുത്തിട്ടില്ല, ഒരു 10 വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ കൂട്ടിയെടുക്കാം. അപ്പോൾ വെണ്ടയ്ക്കയും സവാളയും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അധികം സവാള ചേർത്തതിന് ശേഷം കുക്ക് ചെയ്യരുത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട്, ആ ഒരു പരുവം മതി. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ആവശ്യത്തിന് മല്ലിയില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാം ഇത്. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ റൊട്ടിയുടെ കൂടെ, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നാനിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ചോറിൻ്റെ കൂടെയും കഴിക്കാം, നെയ്ച്ചോറൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്